നമ്മുടെ കഴിഞ്ഞ 11 ക്ലാസ്സസ് 11 പ്ലസ് ഒരു മാരേജ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹാപ്പി ഹോമിനെ പറ്റി ഹെൽത്തി ഹോമിനെ പറ്റി നമ്മൾ കേട്ടു. ഏകദേശം 12 ബൈബിൾ സ്റ്റഡി നമ്മൾ ഈ ഗൂഗിൾ മീറ്റിലൂടെ നടത്തി. കർത്താവ് വളരെ ഫെയ്ത്ത്ഫുള്ളായിരുന്നു. ഇന്ന് നമ്മൾ 12ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നിരിക്കുക, നെഹമ്യാവ് 12. എന്നെ പേഴ്സണലായിട്ട് ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ എനിക്കിത് പേഴ്സണലായിട്ട് ഒത്തിരി എൻകറേജ് തരുന്ന ഒരു ബുക്കായിരുന്നു. കാര്യം നമുക്കറിയാം, നമ്മൾ ഒരു വട്ടം പഠിപ്പിക്കുമ്പോൾ ഇത് പല പ്രാവശ്യം വായിക്കണം, പല പ്രാവശ്യം വായിച്ചിട്ട് വേണം നമ്മൾ പഠിപ്പിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർ പറയും, നമ്മളൊരു പാസേജ് നമ്മളൊരു പ്രസംഗിക്കാൻ ഒരു പാസേജ് എടുക്കുമ്പോൾ കുറഞ്ഞതൊരു മിനിമം 7 വട്ടമെങ്കിലും കുറഞ്ഞത് വായിച്ചിരിക്കണം. കാര്യം നമ്മളായിരിക്കണം ആ പാസേജിൻ്റെ മാസ്റ്റർ. എനിക്ക് പലപ്പോഴും പല ചാപ്റ്റർ, ഇന്നത്തെ ചാപ്റ്ററിന് ഏകദേശം 47 വാക്യമുണ്ട്, 47 വാക്യമുണ്ട്. അപ്പോൾ 7 പ്രാവശ്യമൊക്കെ വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനത് നിങ്ങളുടെ മുമ്പിൽ അക്നോളജ് ചെയ്യുകയാണ്. എന്നാലും മനഃപൂർവ്വമായിട്ട് ഞാൻ പഠിക്കുമ്പോൾ ഈ തിരുവഴുത്ത് എനിക്കും ഒത്തിരി എൻകറേജ്മെൻറ്റും ഒത്തിരി ബലവും തരുന്ന ഭാഗമായിരുന്നു ഈ 1 മുതൽ 12 വരെയുള്ള അധ്യായം പഠിച്ചപ്പം. ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യയിൽ എടുക്കുന്ന 12ാമത്തെ അധ്യായം 47 വാക്യമുള്ള, നമ്മൾ ഒരു വട്ടം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതിനകത്തെ പേരുകൾ വായിച്ചതുകൊണ്ട് പലപ്പോഴും കണക്ഷൻസ് കിട്ടാൻ സാധ്യത കുറവാണ്. വളരെ റിപ്പീറ്റഡായിട്ട് വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ദൈവം നമ്മളെ ബലപ്പെടുത്തിട്ട് ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാം. പിന്നെ നിങ്ങളും ഇത് വായിക്കുമ്പോൾ ഈ 47 വാക്യം വായിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കും പ്രകാശനം തരട്ടെ, പുതിയ കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനഃപൂർവ്വമായിട്ടും നമ്മൾ ഇങ്ങനെ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുമ്പം നമുക്കറിയാം, ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്താൽ വളരെ പ്രയോജനമായിരിക്കും. കാരണം എനിക്കറിയാം, നമ്മുടെ ഹെബ്രോൻ സഭയിലുമായത് എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻഡ്സം ഫേസസ് ആണ്. സോ നിങ്ങളുടെ ഫേസസൊക്കെ കണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത് അതൊരു വലിയ പദവിയാണ്. ഓക്കെ, അപ്പം കഴിയുന്നതും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുക. ഇല്ല, ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നോ വറി, അതിന് കുഴപ്പമില്ല. പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഓൺ ചെയ്തിരിക്കുക. നമ്മളെല്ലാം നമ്മുടെ അവസ്ഥകളെല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ 12ാമത്തെ അധ്യായത്തിന് ഞാൻ ഇങ്ങനെയാണ് ടൈറ്റിൽ കൊടുത്താൻ ആഗ്രഹിക്കുന്നത്, സെർവിങ് ഗോഡ് വിത്ത് ഓർഡർ. ഓക്കെ, ക്രമീകരണത്തോ അല്ലെങ്കിൽ ക്രമത്തോടെ ദൈവത്തെ ആരാധിക്കുക. ജോയ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഓക്കെ, സെർവിങ് ഗോഡ് വിത്ത് ഓർഡർ, ജോയ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തെ ക്രമമായിട്ടും സന്തോഷത്തോടെയും വിശ്വസ്തയോടെയും സേവിക്കുക എന്നുള്ളൊരു ഭാഗമാണ് ഈ 12ാം അധ്യായത്തിൽ ദൈവാത്മാവ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി കിട്ടിയത്. അപ്പം ആദ്യത്തെ ഭാഗം 1 മുതൽ 26 വരെ വാക്യം വായിക്കുമ്പം നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒത്തിരി പേരുകളാണ് വരുന്നത്, ഒത്തിരി പേരുകൾ. ഓക്കെ, എബ്രായ പേരുകൾ, എല്ലാ പേരിനും നല്ല മഹത്തായ അർത്ഥങ്ങളുണ്ട്. വെറുതെ ഉള്ള പേരുകളല്ല, നല്ല അർത്ഥങ്ങളുള്ള പേരുണ്ട്. ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ പേര് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതിന് ഉദ്ദേശമുണ്ട്. കാര്യം ദൈവത്തിന് പ്രൊജക്റ്റ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ഓരോ വ്യക്തികളും അതിനകത്ത് ഒരു പേര് മിസ് ഔട്ട് ആക്കാതെ ഓരോ വ്യക്തികളുടെ പേര് പറയുന്നതിൻ്റെ ഉദ്ദേശം പ്രൊജക്റ്റിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിന് വ്യക്തി. അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. കാരണം ഏത് സമയത്തും ദൈവം വിളിച്ചത് പേർ ചൊല്ലിയാ വിളിച്ചത്, ഒരിക്കലും ആമേൻ ബ്രദറെ എന്നല്ല വിളിച്ചത്. പക്ഷെ പേര് പറഞ്ഞ് ആമേൻ, അതും റിപ്പീറ്റഡായിട്ട് ശമുവേലേ അങ്ങനെ ഓരോ കാര്യം റിപ്പീറ്റഡായിട്ട് പേര് ചൊല്ലി വിളിച്ച, അതായത് നമുക്ക് കാണും ദൈവം ഒത്തിരി പേഴ്സണലായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നതാണ്. അപ്പം ദൈവം നമ്മളോട്, പലരും പേഴ്സണലായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരായിരിക്കും, പലപ്പോഴും ദൈവത്തിൻ്റെ വിളി കേട്ടവരായിരിക്കും. ഞാൻ പലപ്പോഴും ബൈബിൾ കോളേജിൽ ചെല്ലുമ്പം കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ കുറച്ച് സമയം ആദ്യമേ കൊടുക്കും, അവരെ ഒന്ന് പരിചയപ്പെടാൻ. അപ്പോൾ അവർ പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾക്കറിയാമോ, ഓരോ
വ്യക്തികളുടെയും പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു സ്വഭാവം പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്, നമ്മുടെ ഈ സഭായുഗത്തിലുമുണ്ട്. അപ്പം ശ്രദ്ധിച്ചോണേ, ദൈവത്തിന് ഓരോ വ്യക്തികളും ഇമ്പോർട്ടൻ്റ്. അപ്പം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ 1 മുതൽ 26 വരെ വായിക്കുമ്പോൾ ഓർഡർ ഇൻ സർവീസ്. പലപ്പോഴും നമ്മുടെ സഭാരാധനയിൽ നമ്മൾ പല ഓർഡറുകൾ കൊണ്ടുപോകാറുണ്ട്. ചില സഭയിൽ ചില ഓർഡർ മാറ്റിയാൽ അത് വിഷയമാവാറുണ്ട്. കാര്യം ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെയാണ് ആരാധിച്ചത്, ഞങ്ങൾ ഇങ്ങനെ ആരാധിക്കൂ. കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ സഭയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഓർഡർ ഉണ്ടായിരുന്നു ഒരു സമയത്ത്, ഇപ്പോഴില്ല. അതായത് ഇന്ന പ്രാർത്ഥന ഇന്നാക്കാണെന്ന് എഴുതി കൊടുത്തതുപോലെ, എഴുതിയത് ഇല്ല പക്ഷെ ഒരു അൺറിട്ടൺ ലോ പോലെയാ. അപ്പം അത് അദ്ദേഹത്തിനുള്ളതുപോലെ. അപ്പോൾ അതൊരു ക്രമീകരണം. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ഭയങ്കര ഇഷ്യൂ ആവും. സോ ഞാൻ അന്നും വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഓർഡേഴ്സ്. അപ്പം നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ സഭാരാധനയ്ക്കോ നമ്മുടെ ഇതിനൊന്നും ഒരു ഓർഡറായിട്ട് കാണുന്നില്ലെങ്കിലും നമ്മുടെ പൂർവികന്മാർ ഒരു ഓർഡർ വെച്ച് ചെയ്തുകൊണ്ട് നമുക്കത് വെച്ച് പോകാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നെഹമ്യാവ് മതില് പണിതിട്ട് എസ്രാ ശാസ്ത്രിയാണ് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ആരാധനയ്ക്ക് സിനഗോഗ് വർഷിപ്പിന് ഒരു ഓർഡർ കൊണ്ടുവന്നത്. ഓക്കെ, പക്ഷെ ആ ഓർഡർ നമ്മുടെ ഓർഡറുമായിട്ട് തിരിച്ച് ഓപ്പോസിറ്റാണ്. നമ്മൾ എങ്ങനെയാ വർഷിപ്പിന്, അതായത് ആരാധന ഗാനങ്ങൾ ആലപിച്ചിട്ട് വാദ്യോപകരണങ്ങൾ ആലപിച്ചിട്ട് പിന്നെയാണ് തിരുവചനത്തിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ സിനഗോഗ് വർഷിപ്പിൽ ആദ്യമേ തിരുവചനം എടുത്തിട്ട് പിന്നെ അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ക്രമീകരണം എസ്രാ ശാസ്ത്രി അതിന് കൊണ്ടുവന്നു. പക്ഷെ ഇന്നത്തെ ആരാധന അതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്, അതിനും തെറ്റില്ല. ദൈവാത്മാവ് നമ്മളെ എങ്ങനെ നടത്തുന്നോ അങ്ങനെ ആരാധിക്കുന്നതിന് തെറ്റില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തിൽ സന്തോഷിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഇൻ സർവീസ്. അതിൻ്റെ വ്യക്തികളും അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ 12-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പുരോഹിതന്മാരും ലേവ്യരും അവർ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ക്രമീകരണത്തോടെ, വെറുതെ വന്നതല്ല, ക്രമീകരണത്തോടെ. അപ്പം പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം അവരുടെ ഡ്രസ് കോഡ്, അവരുടെ എല്ലാം വളരെ ചിട്ടയായിരിക്കും. അവർ തോന്നുന്ന പോലെ അല്ല ദേവാലയത്തിൽ വരുന്നത്, വളരെ ചിട്ടയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഇങ്ങനെ പ്രീസ്റ്റ് ആൻഡ് ലിവൈറ്റ്സ് ഓർഗനൈസ്ഡ് ഫോർ മിനിസ്ട്രി. അവർ വളരെ ക്രമീകരണമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ വന്നു. അത് കഴിഞ്ഞിട്ട് 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം തൊട്ട് 9 വരെ വാക്യം വായിക്കുമ്പോൾ ഫെയ്ത്ത്ഫുൾ സർവീസ് റിമെമ്പേർഡ് ബൈ ഗോഡ്. ആ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അവരുടെ ആരാധന കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ അവരെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം 1 മുതൽ 9 വരെ വാക്യം വായിക്കുമ്പോൾ അതിനൊരു ലിസ്റ്റാണ്, പുരോഹിതന്മാരുടെ ലിസ്റ്റും ലേവ്യരുടെ പേരുകളുടെ ഒരു ലിസ്റ്റാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 10-ാം വാക്യവും തൊട്ട് 11 വാക്യം വായിക്കുമ്പോൾ പുരോഹിതന്മാരുടെ ലീനിയേജ്, വംശാവലി എഴുതി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 12-ാമത്തെ വാക്യം തൊട്ട് 21 വാക്യം വായിക്കുമ്പോൾ അവിടെ ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിന്റെ തലവന്റെ ആ ഒരു ലീനിയേജ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. സോ അത് കഴിഞ്ഞ് 22 മുതൽ 26 വരെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ലേവ്യര് ദൈവത്തിന്റെ ആലയത്തിൽ സെർവ് ചെയ്യുന്നതും അതുപോലെ ദൈവത്തിന്റെ കാവൽ, അതായത് ഗേറ്റ് കീപ്പറായിട്ട്, കാവൽക്കാരായി ദൈവത്തിന്റെ ശുശ്രൂഷകരായിട്ട് എഴുതി വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ ക്രമീകരണമായിട്ട് 1 മുതൽ 26 വാക്യം വായിക്കുമ്പോൾ ആ ലിസ്റ്റ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്നു. അടുത്ത സെക്ഷൻ ഡെഡിക്കേഷൻ ഓഫ് ദ വാൾ. ഈ വാൾ പണിതിട്ട്, അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, 16 വർഷം മുടങ്ങിക്കിടന്നത് 52 ദിവസം. നമ്മൾ ഒരു വർഷത്തിൽ എടുക്കുവാണെങ്കിൽ ഏകദേശം 52 സൺഡേ ആയിരിക്കും വരുന്നത്, അല്ലേ? ഓക്കെ, 52 ദിവസം കൊണ്ട് ഒരുമിച്ച്, നെഹമ്യാവ് ഒറ്റയ്ക്കല്ല, എസ്രാ ഒറ്റയ്ക്കല്ല, അവരൊരുമിച്ച് തോളോട്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും തോളോട് തോള് ചേർത്ത് അവരോട് ഏറിയ അവരോട് തന്നെ പണിത് ഭംഗിയായിട്ട് തീർത്ത് 52 ദിവസം കൊണ്ട് പണിത് തീർത്തിട്ട് 27-ാം വാക്യം തൊട്ട് 43-ാമത്തെ വാക്യം വരെ ഡെഡിക്കേഷൻ ഓഫ് ദ വാൾ, അല്ലെങ്കിൽ ഈ വാളിന്റെ പ്രതിഷ്ഠ നമ്മൾ കാണാൻ കഴിയും. അപ്പം ആ
വാളിന് അതിന് ഞാൻ ഡെഡിക്കേഷൻ ഓഫ് വാളിന് വേറൊരു ടൈറ്റിൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. 27 തൊട്ട് 43 വരെ വാക്യം വായിച്ചാൽ ഇങ്ങനെ കാണും, ജോയ് ഇൻ വർഷിപ്പ്, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, 1 തൊട്ട് 26 വരെ ഒരു ഓർഡർ വേണം. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കും, ഹൗ ക്യാൻ യു ബ്രിങ് മോർ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ in our personal Bible study and devotional life? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ ഒരു ഡിസിപ്ലിൻ, ഒരു മോർ അല്ലെങ്കിൽ വളരെ ഓർഡർ ആയിട്ടും അതുപോലെ ഒരു ഡിസിപ്ലിൻ പേഴ്സണൽ ബൈബിൾ സ്റ്റഡിയും എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹെർമനോട്ടിക്സ് പഠിക്കും, എങ്ങനെ ബൈബിളിലെ തിരുവെഴുത്ത് വായിക്കണം, അതെ, ഹൗ ടു റീഡ് ബൈബിൾ, എങ്ങനെ ബൈബിൾ വായിക്കണമെന്ന് പഠിപ്പിക്കും. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാനെന്നല്ല എല്ലാ ബൈബിളിലെ ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കും, ബൈബിൾ ഒരിക്കലും വായിക്കേണ്ടത് തുറന്ന് കണ്ണടച്ച് വായിക്കേണ്ടതല്ല. ബൈബിൾ എപ്പോഴും വായിക്കേണ്ടത് ക്രമമായിട്ട് വായിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാകും. ചെറിയ ബുക്കാണെങ്കിൽ ഒറ്റ ഇരുപ്പിൽ തന്നെ ഇരുന്ന് വായിച്ചു തീർത്താൽ അതിൻ്റെ ആകത്തുക നമുക്ക് മനസ്സിലാക്കും. പക്ഷെ പലപ്പോഴും നമുക്കൊരു ഡിസിപ്ലിൻ ബൈബിൾ സ്റ്റഡി ഇല്ലാത്തത് കൊണ്ട്, എനിക്കറിയാം, ചിലപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ചില ഭവനങ്ങളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പല ഭവനങ്ങളിൽ കണ്ടിട്ടുണ്ട്, സ്റ്റഡി ബൈബിൾ വെച്ച് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ബൈബിൾ പഠിക്കുന്ന പലരെയും ഞാൻ നമ്മുടെ സഭയിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. കാരണം വചനത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചപ്പം ഒത്തിരി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വചനത്തിന്റെ പവർ ആ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നത് പോലെ ഞാൻ അത് അനുഭവപ്പെട്ടു. അപ്പം വചനം പഠിക്കുമ്പോൾ ഒരു ഓർഡർ വേണം. വചനം പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിന് ഒരു ഓർഡർ വേണം, ഒരു ക്രമീകരണം വേണം. അത് ശുശ്രൂഷയിൽ മാത്രമല്ല, വ്യക്തിപരമായ ലൈഫിലും ഒരു ഓർഡർ വേണം. നമ്മുടെ ഹെബ്രോൻ സഭയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ ഓരോ യൂത്തുകളും ഓരോ സർവീസ് അവർ ഏറ്റെടുത്ത് ചെയ്തു, ഒരു മെസ്സേജൊക്കെ പറഞ്ഞു വളരെ ആഴമായിട്ട്. നമ്മുടെ ഒരു സഹോദരി ബാംഗ്ലൂരിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അവർ തിരിച്ചു പോയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, എത്ര മനോഹരമായിരുന്നു നമ്മുടെ ആരാധന, നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തിയ ആരാധന. അവർക്ക് ഒത്തിരി സന്തോഷം. അവർ പറഞ്ഞ ഓരോ വേർഡ്, വചനം അവരെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. അതുപോലെ നമ്മൾ ചെയ്ത ഓരോ സാംസ് എക്സോട്ടേഷനും അതുപോലെ ഓരോ എക്സോട്ടേഷനും അവരവിടെ ചെന്നിട്ട് തന്നെ വിളിച്ച് എന്നോട് മെസ്സേജ് അയച്ചു പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഇതാണ് ഒരാൾ നമ്മുടെ ആരാധനയിൽ വരുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ, ഒരു ഓർഡർലി ഉള്ളൊരു സ്റ്റഡീസ് അല്ലെങ്കിൽ ഓർഡർലി ഉള്ളൊരു വർഷിപ്പ് നടക്കുമ്പം അത് അനേകർക്ക് അതൊരു ബ്ലെസ്സിങ് ആയി മാറും. എനിക്ക് ഷുവർ അവർ ഇനിയും ഡൽഹി പട്ടണത്തിൽ വരാൻ ഇനിയും തീർച്ചയായിട്ടും വരുമെന്നുള്ളൊരു വാക്കാ കേട്ടത്. സോ അത് കൂടുതൽ എന്ത് വേണം? നമ്മുടെ ലൈഫിൽ ഒരു ഓർഡർ വേണം, നമ്മുടെ ആരാധനയിൽ ഒരു ഓർഡർ വേണം. സോ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേഴ്സണൽ ഓർഡർ വെക്കണം. ഡിവോഷണൽ ലൈഫ്, മാസത്തിന്റെ ആരംഭത്തിൽ മാത്രമല്ല പ്രാർത്ഥന, ഡെയിലി ഫാമിലി ലൈഫ്, ഫാമിലി പ്രാർത്ഥന. നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകൾ വേണം, മോർണിംഗ് ആൻഡ് ഈവനിങ് നമുക്ക് കുടുംബ പ്രാർത്ഥനകൾ. അതുപോലെ ഓരോ കാര്യങ്ങളിൽ നമ്മളൊരു ഓർഡർ വെക്കണം. നമുക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ബൈബിൾ സ്റ്റഡി ചെയ്യാം? പല രീതിയിലുള്ള ആപ്പുകളുണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാം, അല്ലാതെ നമുക്ക് ബൈബിൾ പഠിക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെതായ ഒരു ഡീറ്റെയിൽ ബൈബിൾ സ്റ്റഡി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് പഠിക്കാനുള്ള സാവകാശവുമുണ്ട്. സോ രണ്ടാമത്തെ പോയിന്റ് ആണ് ഡെഡിക്കേഷൻ ഓഫ് ദ വാൾ. ദൈവത്തിന്റെ ആ മതില് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ഇത്രയും 52 ദിവസം എടുത്ത് പണിതെടുത്ത വാൾ, 52 ദിവസം എടുത്ത് പണിത് തീർത്ത ഈ മതിലുകൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അതെങ്ങനെയാണെന്നറിയാമോ? ജോയ് ഇൻ വർഷിപ്പ്. സന്തോഷിച്ച് ദൈവത്തിന് ആരാധനയിലുള്ള സന്തോഷം, ജോയ് ഇൻ വർഷിപ്പ്. 27 തൊട്ട് 43 വരെ വാക്യം വായിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഓരോ വാക്യം എടുത്തിട്ട് പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ പഠിപ്പിച്ചാൽ ഇത് തന്നെ ഓരോ സെക്ഷനായിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഞാൻ അതിൻ്റെ ആ ജോയ് ഇൻ വർഷിപ്പിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുക, നമ്മുടെ ആരാധനയിൽ
what activities, what makes your worship joyful today? നമ്മളുടെ ഇന്നത്തെ ആരാധനയിൽ എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്? ഓക്കെ, പല രീതിയിൽ ഞാൻ പലപ്പോഴും പല കുഞ്ഞുങ്ങളോടും ചോദിക്കുമ്പം ചിലർക്ക് മൗനമായിട്ടിരുന്ന് ആരാധിക്കുന്നത് പല കൾച്ചറിലുള്ള, ഇപ്പം ഞാൻ സയാക്സി പഠിച്ചത് അവിടെ പെന്തക്കോസ്തുകാർ മാത്രമല്ല പല ഡിനോമിനേഷൻകാരനുണ്ട്. അവരെല്ലാം വന്ന് ദൈവത്തെ ആരാധിക്കും. അവരാരും എക്സ്പ്രസ് ചെയ്യത്തില്ല, അവർ മിണ്ടാതിരുന്ന് ദൈവത്തെ ആരാധിക്കും. അവരുടെ ആരാധന തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അവർക്ക് ദൈവം കൊടുത്ത ആ വെളിപ്പാടിൽ അവർ ആരാധിക്കും. നമ്മൾ എന്ത് വലിയ തോട്ട് പറഞ്ഞാലും അവർ സൈലന്റ് ആയിട്ട് കേൾക്കും. സോ നമ്മൾ ഒത്തിരി ബഹുമാനിക്കുന്ന ഡോക്ടർ ഇടിച്ചെറിയ നൈനാനുണ്ടല്ലോ, ഞങ്ങൾ ഒത്തിരി ബഹുമാനിക്കുന്ന ഞങ്ങളുടെ അധ്യാപകനാണ് പുള്ളി. അദ്ദേഹം ആ ചാപ്പലിലുണ്ടെങ്കിലുണ്ടല്ലോ, എന്തെങ്കിലും നല്ല പോയിന്റ് കേൾക്കുമ്പോൾ ഹല്ലേലൂയ എന്നൊരു ഷൗട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ 300 പേരും ഒരുമിച്ച് തിരിഞ്ഞ് ഇടിച്ചെറിയ നൈനാനെ നോക്കും. ഇതാരാ ആദ്യമൊക്കെ നോക്കും, പിന്നെ മനസ്സിലാകും ഈ ഇടിച്ചെറിയ നൈനായ പാസ്റ്റർ ആയതുകൊണ്ട് നല്ല നല്ല ഉത്സാഹമുള്ള പോയിന്റ് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒന്ന് ഷൗട്ട് ചെയ്യും. പക്ഷെ പലപ്പോഴും ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും കൂളായിട്ട് കേൾക്കുന്ന വിശ്വാസികളുണ്ട്. അത് തെറ്റല്ല, അതും സന്തോഷമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സന്തോഷമാണ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒത്തിരി റെസ്പോൺസ് ചെയ്യും. ഓക്കെ, ചിലർക്ക് ഈ ഞാൻ വേറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ അവരൊത്തിരി റെസ്പോണ്ട് ചെയ്യും. അവർക്ക് ഒത്തിരി സന്തോഷമാണ് ഈ നമ്മുടെ ഓരോ ഇന്നത്തെ കാര്യത്തിൽ ഓരോ പൊളിറ്റിക്കൽ ഇഷ്യൂകൾ സംസാരിക്കുമ്പോൾ. ചിലർ ക്രിക്കറ്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ, അതായത് നല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെ ബാറ്റിംഗ് അല്ലെങ്കിൽ ബോളിംഗ്, അവന്റെ ഒരിക്കൽ പോലും ബാറ്റ് പിടിച്ച് കാണത്തില്ല, ഒരിക്കൽ പോലും ബോൾ പിടിച്ച് കാണത്തില്ല. പക്ഷേ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുമ്പോൾ TV നോക്കി ആ കളിക്കാരെ ഇവൻ ധോണി ആയാലും കോഹ്ലി ആയാലും ഇവിടെ ഇരുന്ന് പഠിപ്പിക്കും. ഓക്കെ, ബാറ്റ് പിടിക്കാൻ അറിയാത്തവരായിരിക്കും ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. പക്ഷെ ഭയങ്കര സന്തോഷമാണ് അവർക്കത് കാണുമ്പോൾ. ഫുട്ബോൾ കാണുമ്പം അല്ലേ, മെസ്സി ബോളിട്ട് തട്ടുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നമ്മുടെ കസാരയിൽ ഇരിക്കത്തില്ല, അവരിങ്ങനെ തുള്ളിയാണ് കാണുന്നത്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആ ഒരു സന്തോഷമാണ് അത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ആത്മീയരായിരിക്കുമ്പം നമ്മുടെ സന്തോഷം ആരാധനയിൽ വേണം. എന്തായിരിക്കണം നമ്മുടെ ആരാധനയിൽ? ചിലര് പാട്ടുപാടി, ജെൻസിയെ സംബന്ധിച്ച് ഒത്തിരി പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന, തന്നെ പോയിരുന്ന് കുറേ നേരം പാടി, ഇവൻ ജെൻസിയുടെ ഡാഡി ആയാലും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും. ഓക്കെ, പക്ഷെ ഞാൻ എപ്പോഴും പോയി ഒരു കോർണറിൽ ഇരുന്ന് കുറച്ച് നേരം ദൈവത്തോട് ഓപ്പൺ അപ്പ് ചെയ്ത് പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ദൈവത്തിൽ സന്തോഷിക്കുന്ന. അത് ചിലരാണെങ്കിൽ ഒന്നുമല്ല, വന്ന് കസാര ഇടുക അല്ലെങ്കിൽ കസാര തുടയ്ക്കുക, അവരോട് അത് പറയണ്ട, അവരതിലാ സന്തോഷിക്കുന്നത്. അവരുടെ ആ ഒരു ജോയ് ഇൻ സെർവിങ് ഗോഡ്. എന്നോട് പലപ്പോഴും നമ്മുടെ സഭയിൽ ഓരോരുത്തർ വന്നിട്ടുണ്ട്, സഭ ചർച്ച് തുടയ്ക്കുമ്പോഴൊക്കെ ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ ഫ്രീയാ. പക്ഷെ അവർ ചെയ്തില്ലേലും ആ ഒരു താല്പര്യം ദൈവനാമത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി നിൽക്കാനും ചെയ്യുവാനുമുള്ള എനിക്കറിയാം, നമ്മുടെ എബ്രോൻ സഭയെ ചെയ്ത് കുക്ക് ചെയ്യാൻ സന്തോഷമുള്ളവര്, അതുപോലെ ഓടുവാൻ സന്തോഷം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ I am so privileged as a pastor of Hebron Church. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വളരെ സന്തോഷമായിട്ട് വരാൻ താല്പര്യമുള്ളൊരു ഗ്രൂപ്പ്. അത് ശുശ്രൂഷ നിമിത്തം, വേറെ ഒരു കാര്യത്തിലുമല്ല, ദൈവനാമത്തോടുള്ള സ്നേഹനിമിത്തമാണെന്ന് എനിക്കറിയാം, മറ്റൊരു കാര്യത്തിലുമല്ല, ദൈവനാമത്തോടുള്ള സ്നേഹനിമിത്തം. ഓക്കെ, അല്ലാതെ വേറൊന്നിനുമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ആരാധന കഴിഞ്ഞ് ചായ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കുന്നത് ആരും ഒന്നും പറയാറില്ല. പക്ഷേ ആ പറയുന്നതിനപ്പുറമായിട്ട് ഇന്റൻഷ്യലി ഇപ്പം നമ്മുടെ ടിബി ബ്രദർ വന്നാൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ടിബി ബ്രദർ കയറിയിട്ടില്ല, അവിടെ നിൽക്കേണ്ട കാര്യമില്ല. പുള്ളി നേരെ മൈക്ക് ഓൺ ചെയ്യുക, ഈ കീബോർഡൊക്കെ ഓൺ ചെയ്ത് നിന്ന് അടിച്ചു നോക്കുക. ഇതൊക്കെ പേഴ്സണൽ ആയിട്ടൊരു ഇൻട്രസ്റ്റ് വരിക. ആ മാറ്റ് ഒന്ന് പിടിക്കുക, കസാര. എനിക്ക് കഴിഞ്ഞൊരു ദിവസം ഭയങ്കര സന്തോഷമായത് നമ്മുടെ ജെയ്ഡൻ മോൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ചെറിയ മണികളൊക്കെ പറക്കിയെടുക്കുക, ചെറിയ പൊടികളൊക്കെ പടക്കുക. ഞാനത് പറഞ്ഞിട്ട് വിട്ടുപോയി. ആരാധനയ്ക്ക് ശേഷവും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നോക്കുമ്പോൾ ഓരോ പൊടികളൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട്, പാസ്റ്ററങ്ങളെ ഞാൻ പറക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞ് കച്ചറയിൽ കൊണ്ടിടുന്നു. അവരാൽ ചെയ്യുന്നത് സന്തോഷത്തോടെ ചെയ്യുവാൻ,
ദൈവത്തിന്റെ കൃപയിൽ ആമേൻ മൈക്ക് കൊടുക്കാനുള്ളത് മൈക്ക് ഓടിക്കൊണ്ട് കൊടുക്കുന്നു, സ്വത്രാഴ്ച എടുക്കുവാൻ അത് ഓടിക്കൊണ്ട്. ഇത് മറ്റുള്ളവർക്ക് ചെയ്യുന്നതല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ എത്ര സന്തോഷം. ജോയ് ഇൻ വർഷിപ്പ്. അത് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അത് സെർവ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ദൈവനാമത്തിനു വേണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ദൈവനാമത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ, വിസിറ്റ് ചെയ്യുമ്പോൾ, എന്തുമായിരിക്കാം. ജോയ് ഇൻ വർഷിപ്പ്. സോ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ 27 തൊട്ട് 30 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഡെഡിക്കേഷൻ മാർക്ക്ഡ് വിത്ത് പ്യൂരിഫിക്കേഷൻ. വിശുദ്ധിയോടാണ് പ്രതിഷ്ഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? വിശുദ്ധിയോടാണ് ദൈവത്തിനാമത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ആ മതിൽ പണിതിട്ട് അവരെ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് അവർ അതിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. അതുപാട്ട് പ്യൂരിഫിക്കേഷൻ മാത്രമല്ല, താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു നല്ല മനസ്സിനെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു ഹൃദയം കാണും കേട്ടോ. അവർക്ക് താങ്ക് യു പറയാൻ പലപ്പോഴും നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഡൽഹിക്കാർക്കൊക്കെ അറിയാം, പക്ഷെ പലർക്കും നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് വന്നവർക്ക് താങ്ക് യു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുപോലെ സോറി പറയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കറിയാമോ, നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ നന്ദിയുള്ള ഹൃദയം, ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയ, ഇന്നലകളിൽ ദൈവം നമ്മെ കൊണ്ടുവന്ന ആ വിഷയങ്ങൾ, നന്ദിയുള്ളവരെ ഞാൻ പലപ്പോഴും ദൈവസന്നിധി വെക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും അല്ലേ. ഇന്നലകളിൽ തകർന്നു പോകാവുന്ന സ്ഥാനത്ത് ദൈവം നടത്തി, നിർത്തി, കൊണ്ടുവന്നു. മുറവിളിയാക്കാമായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ കരുതൽ കൊണ്ടുവന്നു. പലപ്പോഴും ദൈവത്തിന്റെ കരം പിടിച്ച് നടത്തി. താങ്ക്സ് ഗിവിങ്. അത് മാത്രമല്ല, ഒരുമിച്ച് പാടി വിത്ത് കൊയർ. അവർ ഒരുമിച്ച് പാടി 27 മുതൽ 30 വരെ വായിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചു. ആ കൊയറിനെ പറ്റി പഠിക്കുമ്പോൾ 31 തൊട്ട് 39 വായിക്കുമ്പോൾ 2 കൊയറാ. ഓക്കെ, കൊയർ ഓഫ് താങ്ക്സ് ഗിവിങ്, നന്ദി കൊടുക്കുന്ന 2 കൊയർ. ഒരാള് യസ്രായുടെ നേതൃത്വത്തിൽ സൗത്തിലോട്ട്, ഒരാള് നെഹമ്യാവിടെ നേതൃത്വത്തിൽ നോർത്തിലോട്ട്. 2 പേരും 2 സൈഡിലോട്ട് പോയി ദൈവത്തെ പാടി സ്തുതിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? അത് കഴിഞ്ഞിട്ട് വർഷിപ്പ് ഫിൽഡ് ഇൻ ജെറുസലേം വിത്ത് ജോയ്. 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എനിക്ക് എല്ലാ വാക്യം വായിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ഇവിടെ ഇങ്ങനെ പറയുന്നത് 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം 2. ഓക്കെ, 40-ാമത്തെ വാക്യം. അതുകൊണ്ട് 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു, ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരിക്കുന്നു, സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. സ്തോത്രം. അവര് മതിൽ പണിതെന്ന് പറഞ്ഞു, ഓക്കെ, സൈലന്റ് ആയിട്ടല്ല, അവർ സന്തോഷത്തോടെ ഘോഷിച്ചിട്ട് ബഹുദൂരത്തോളം ഈ ആർപ്പ് കേട്ടു. മറ്റുള്ള അയൽ രാജ്യക്കാർ ചിന്തിച്ചു കാണും, എന്താ ഇവിടെ നടക്കുന്നത്? പക്ഷെ നോക്കിക്കോണേ, ദൈവത്തിൽ സന്തോഷിച്ച് അവരുടെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആ മഹത്വമേറിയ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സങ്കീർത്തനം 100-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിക്കാം. സങ്കീർത്തനം 100 1ഉം 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. ഓക്കെ, അടുത്ത വാക്യം ഇങ്ങനെ കിടക്കുന്നത്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. ആമേൻ. 2-ാമത്തെ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ കൊടുക്കുന്നതോടുള്ള ബന്ധത്തിൽ പറയും, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ. യെസ്, എന്ത് ചെയ്താലും സന്തോഷത്തോടെ ചെയ്യുക. ദൈവനാമത്തിൽ എന്ത് ചെയ്താലും സന്തോഷത്തോടെ ചെയ്യുക. എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. ആമേൻ. നമുക്കറിയാം പൗലോസ് പോകുന്ന അവസ്ഥ എന്തെന്നറിയാം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് പറയാ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. സോ നമ്മുടെ സർവീസിൽ എന്തായിരിക്കണം? ആമേൻ, വോ ജോയ് ഇൻ വർഷിപ്പ്, സന്തോഷത്തോടെ ആർപ്പിടുന്നവരായിരിക്കണം നമ്മുടെ വർഷിപ്പിൽ. അടുത്ത 3-ാമത്തെ 44 മുതൽ ലാസ്റ്റ് സെക്ഷൻ 44 മുതൽ 47 വരെ വായിക്കുമ്പോൾ സർവീസ് അറ്റ് ദ ടെമ്പിൾ, ആലയത്തിലുള്ള ആമേൻ വേല അല്ലെങ്കിൽ അവരുടെ സർവീസിലെ കാണിക്കുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ ടൈറ്റിൽ, ഫെയ്ത്ത്ഫുൾ ഇൻ ഗിവിംഗ്
വിശ്വസ്തയോടെ ദൈവത്തിന് കൊടുക്കുന്നത്. പല രീതിയിൽ ദൈവത്തിന് കൊടുക്കുന്നവരുണ്ട്. ഞാൻ പണ്ട് കേട്ടതായി, ഇത് സത്യമാണോ എന്ന് അറിയത്തില്ല. ഇത് സത്യമല്ലെങ്കിൽ നിങ്ങളും എന്നോട് ക്ഷമിക്കണം. ഇത് നിങ്ങളും കേട്ട് കാണും ഒരു പക്ഷേ. പല ഭൂഖണ്ഡക്കാർ ഒരുമിച്ച് വന്ന് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അതിനകത്ത് ഏഷ്യക്കാർ വന്നു, ആഫ്രിക്കക്കാർ വന്നു, യൂറോപ്പുകാർ വന്നു, പല ഭൂഖണ്ഡക്കാർ കടന്നു വന്നു. ഓക്കെ, അപ്പോൾ അവർ എങ്ങനെ അവരുടെ ഡെമോൺസ്ട്രേഷൻ കാണിക്കും, ഞങ്ങൾ എങ്ങനെയാ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഏഷ്യയിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, യൂറോപ്പിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വലിയൊരു കോളം വരയ്ക്കും, ഞങ്ങൾ വലിയൊരു സർക്കിൾ വരയ്ക്കും. ആ സർക്കിൾ ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ കാശ്, ഞങ്ങളുടേതായ ലിക്വിഡ് മണി ഞങ്ങൾ മേലോട്ട് എറിയും. എന്നിട്ട് ആ താഴെ വീഴുന്ന ആ സർക്കിളിനകത്ത് വീഴുന്നത് ഞങ്ങൾ എടുക്കും, പുറത്ത് വീഴുന്നത് ഞങ്ങൾ ദൈവത്തിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കക്കാരൻ വന്നു പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടേതായ ക്യാഷ് എടുത്ത് അല്ലെങ്കിൽ ലിക്വിഡ് മണി എടുത്ത് മേലോട്ട് എറിയും. കോളത്തിനകത്ത് വീണത് ഞങ്ങൾ, ആ സർക്കിളിനകത്ത് വീണത് ദൈവത്തിന് കൊടുക്കും, പുറത്ത് വീഴുന്നത് ഞങ്ങൾ കൊടുക്കും. ഇങ്ങനെ കേട്ടതാ, ഇത് സത്യമാണോ എന്ന് അറിയത്തില്ല. ഏഷ്യക്കാരൻ പറഞ്ഞു, ഞങ്ങളും ദൈവത്തിന് കൊടുക്കും. നമുക്കറിയാം ദൈവത്തിന്റെ സകലതും. ഞങ്ങളും ഈ കാശെടുത്ത് മേലോട്ടെറിയും, ദൈവത്തിന് വേണ്ടത് മേളിൽ നിന്ന് എടുക്കും, വേണ്ടാത്തത് താഴോട്ടിടും, താഴെയുള്ളത് ഞങ്ങൾ എടുക്കും. പലപ്പോഴും നമ്മളുടെ ഗീവിങ്ങും പലപ്പോഴും ഇങ്ങനെയാ. ഞാൻ ആരെയും കുറ്റം പറയല്ല, പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നവരായിരിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹൗ കൺസിസ്റ്റന്റ് ആർ യു ഗിവിംഗ് യുവർ ടൈം? നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കുന്നതിൽ എത്രയാ? എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, പലരും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വെക്കുന്നത്, ദൈവം എനിക്ക് 24 മണിക്കൂർ തന്നാൽ ഞാൻ 2.5 മണിക്കൂർ ദൈവസന്നിധിയിൽ ഒരു ദിവസം കൊടുക്കും. പലപ്പോഴും നമുക്കത് പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നമുക്ക് പലപ്പോഴും അതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സമയം, നമ്മുടെ ടാലന്റ്, ദൈവം നമുക്ക് ടാലന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഏത് തരത്തിലുള്ള ടാലന്റ് ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക. അത് ഏത് കാര്യം, അത് ചിലപ്പോൾ പോസ്റ്റർ മേക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അത് ആൾക്കാരെ കൂട്ടിവരുത്തുന്നതിനായിരിക്കാം. ഏത് ടാലന്റ് ദൈവം തന്നിട്ടുണ്ടെങ്കിലും അത് ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുക. രണ്ടാമത്തത് പറയുക, നമുക്ക് തന്നിട്ടുള്ള നന്മകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സഭകൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഞാനൊരു ചോദ്യം, ഹൗ കൺസിസ്റ്റന്റ് ആർ യു ഇൻ ഗിവിംഗ് യുവർ ടൈം, ടാലന്റ് ഓർ ടൈം ടു ദ ഗോഡ്സ് വർക്ക്? നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റാ ദൈവത്തിന്റെ നാമത്തിന്, ദൈവവേലയ്ക്ക് വേണ്ടി ഈ നമ്മുടെ ടൈമും ഇതൊക്കെ കൊടുക്കുവാൻ. അപ്പം ഞാൻ അതിന്റെ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ, ഓഫറിങ്സ് ആൻഡ് ടൈറ്റ് സപ്പോർട്ടഡ് ടു ദ പ്രീസ്റ്റ്. അവര് സന്തോഷത്തോടെ പ്രീസ്റ്റ് വേല ചെയ്തപ്പോൾ ഇവർക്ക് സന്തോഷമായിട്ട് ഇവരെന്ത് ചെയ്ത്, സിറ്റിയിലുള്ളതെല്ലാം കളക്ട് ചെയ്ത് അതിനുവേണ്ടി ഒരാളെ ആക്കി വെച്ചിട്ട് അവര് പ്രീസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുവാനും, അതുപോലെ ആ പാടുന്നവരെ, ആ കൊയറിനെ സപ്പോർട്ട് ചെയ്ത്, ഗേറ്റ് കീപ്പറിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവർ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റേഴ്സ്, പ്രീസ്റ്റ്, ലിവൈറ്റ്, സിംഗേഴ്സ്, ഗേറ്റ് കീപ്പേഴ്സ്, ഇവരെല്ലാം വിശ്വസ്തയോടെ 45 മുതൽ 46 വരെ വേല ചെയ്തപ്പോൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു. ഞാൻ എൻ്റെ പാർട്ട് ചെയ്യുക, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോയിൽ നിന്ന് കയറിയിട്ടുണ്ടല്ലോ. ജോയിൽ പലപ്പോഴും മൈക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ജോയിലിൻ്റെ അടുത്ത് സർവീസ് കഴിഞ്ഞിട്ട് ആരും ചെന്ന് പറയാറില്ല, ഇന്ന് മൈക്ക് സിസ്റ്റം ചെയ്തത് നന്നായിട്ടെന്ന് ആരും പറയാറില്ല. പലപ്പോഴും പ്രസംഗം കഴിഞ്ഞ് പാസ്റ്ററിനോട് വന്ന് പറയും, പാസ്റ്ററെ നല്ല മെസ്സേജ് ആയിരുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനം കഴിഞ്ഞ് നല്ല വർഷിപ്പ് കഴിഞ്ഞവരോട് ഒരുപക്ഷെ പറയുമായിരിക്കാം. പലപ്പോഴും നമ്മുടെ പുകഴ്ചകൾ നമുക്ക് കിട്ടത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പുകഴ്ച കിട്ടുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മറ്റാരും അപ്രിഷിയേറ്റ് ചെയ്തില്ലേലും ദൈവം കാണുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് ദൈവം ഓണർ ചെയ്യും. ഇവിടെയും വരുവാനുള്ള ലോകത്തിലും ഓണർ ചെയ്യും. ഫെയ്ത്ത്ഫുൾ, നമ്മളെ ഏൽപ്പിച്ചതിൽ ഫെയ്ത്ത്ഫുൾ. എനിക്ക് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഓർമ്മയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്നപ്പോൾ ഇത് ഗൾഫിലെ പിന്നായതുകൊണ്ട് അത് കുത്തുവാൻ എക്സ്റ്റൻഷൻ ഇല്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്തെന്ന് അറിയാതെ വേറൊരു സഹോദരൻ ഓർഡർ ചെയ്തു. എത്ര ബ്യൂട്ടിഫുൾ. സഭയുടെ കാര്യങ്ങളെല്ലാം സ്വന്തം കാര്യം പോലെ ചെയ്യുന്നു. അതാണ് ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തത. അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? അത് ദൈവം അത് കണക്കിട്ട് ഓണർ ചെയ്യും. അതുപോലെ തന്നെ 47-ാമത്തെ ലാസ്റ്റ് വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്,
കണ്ടിന്യൂ ടു ഡു ഗോഡ്സ് വർക്ക്. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, പ്രൊവിഷൻ എൻഷുർ ഗോഡ്സ് വർക്ക് കണ്ടിന്യൂ. അവൻ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ മലാക്കിയുടെ വാക്യം വായിക്കും പറയാം, ആലയത്തിൽ ആഹാരമുണ്ടായേണ്ടതിന് നിങ്ങൾ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ദൈവനാമം നടത്തപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ആമേൻ, ദൈവം നമ്മളെ കണക്കിട്ട് ആരാധിക്കും, ബഹുമാനിക്കും. സോ ഞാൻ ഇന്ന് പഠിച്ച ആ 3 ഭാഗങ്ങൾ, ആമേൻ, സെർവിങ് ഗോഡ് വിത്ത് ഓർഡർ, ആമേൻ, ജോയ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. സെർവിങ് ഗോഡ് വിത്ത് ഓർഡർ, ജോയ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. ഫസ്റ്റ് വൺ നമ്മൾ കേട്ടത് ഓർഡർ ഇൻ സർവീസ്. എല്ലാത്തിനും ഒരു ഓർഡർ വേണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഓർഡർ വേണം, ഡിസിപ്ലിൻ വേണം. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഒരു ഡിസിപ്ലിൻ വേണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വേണം. ഇന്ന് ഞാൻ വളരെ വിശുദ്ധനാ, ഞാൻ ഇന്നു മുതൽ ആരാധിക്കും, നാളെ ഞാൻ വരത്തില്ല. നോ, ചിലപ്പോൾ ഒരു ബോധോദയം ഉണ്ടായിട്ട് ഒരു പ്രാർത്ഥന അങ്ങനെയല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കയറുന്നവരായിരിക്കണം. 2, നമ്മുടെ കാര്യം ജോയ് ഇൻ വർഷിപ്പ്. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. എന്ത് ചെയ്താലും സന്തോഷത്തോടെ ചെയ്യും. ദൈവനാമത്തിനു വേണ്ടി 1 മിനിറ്റ് കൊടുത്താലും സന്തോഷത്തോടെ ചെയ്യും. ലാസ്റ്റ് നമ്മൾ കേട്ടു സർവീസ് അറ്റ് ദ ടെമ്പിൾ ഓർ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഗിവിംഗ്. വിശ്വസ്തയോടെ നമ്മുടെ സമയമായാലും നമ്മുടെ നന്മയായാലും നമ്മുടെ എല്ലാം ആരോഗ്യമായാലും ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഗിവിംഗ്, കൊടുക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. ഈ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവനാമം അനുഗ്രഹിക്കപ്പെടും. 12-ാം അധ്യായം ഇതാണ് ഓൾ ടുഗദർ പറയുന്നത്. ലാസ്റ്റ് അധ്യായമാണ് അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ അതിനൊന്ന് സമ്മറൈസ് ചെയ്തു. വളരെ ഗ്രാഹ്യമായിട്ടുള്ളൊരു അധ്യായമാണ് 13-ാം അധ്യായം. സോ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം